നമസ്കാരം. ലൈഫ് ലൈനിലേക്ക് എല്ലാ TCV പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നും ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ. ഇന്ന് ലൈഫ് ലൈനിൽ ചർച്ച ചെയ്യുന്നത് ക്യാൻസറിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ജയരാമൻ സാറാണ്. നമസ്കാരം ഡോക്ടർ, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ജീവിതശൈലികൾ അല്ലെങ്കിൽ ജീവിത രീതികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ശരിയല്ലേ? തീർച്ചയായും. അപ്പോൾ ഈ വികസനത്തിന്റെ പാർശ്വഫലമാണോ ശരിക്കും ഈ ക്യാൻസർ? വികസനത്തിൻ്റെ പാർശ്വഫലമാണ് ക്യാൻസർ എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ക്യാൻസർ അസുഖം മനുഷ്യൻ്റെ കൂടെ തന്നെയുണ്ട്. എങ്കിലും ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത കാലത്തായി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിന് പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത് രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗമാണ്. രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആഹാര പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, അല്ലെങ്കിൽ നിറവും സ്വാദും ആഹാര പദാർത്ഥത്തിന് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്നിവയ്ക്ക് നിറവും അതുമാതിരി കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നത്, മത്സ്യമാംസാദികൾ കേടുവരാതിരിക്കാൻ, ഇങ്ങനെ പല തരത്തിലുള്ള രാസവസ്തുക്കളും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ കൊഴുപ്പ് കൂടിയ മാംസാഹാരമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വികസനത്തിൻ്റെ പറയുന്നത് ചികിത്സാ രംഗത്ത് നോക്കി കഴിഞ്ഞാൽ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന എക്സ്റേകളുടെ ഒരു അതിപ്രസരം, CT സ്കാൻ എടുക്കുന്നത്, പെറ്റ് സ്കാൻ അല്ലെങ്കിൽ മാമോഗ്രാം, റേഡിയോ അയോഡിൻ സ്കാൻ എന്നിവയിൽ നിന്നൊക്കെ വരുന്ന റേഡിയേഷനുകൾ ഒരു തരത്തിൽ ആ റേഡിയേഷൻ വർക്കേഴ്സിനും അതുപോലെ തന്നെ അത് കൊള്ളുന്ന രോഗികളെയും ബൈസ്റ്റാൻഡേഴ്സിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വേറൊന്നും കൂടെ പറയുകയാണെങ്കിൽ ഇന്നെല്ലാം നമ്മൾ മെഷീനറീസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് അമിതമായി വണ്ണം വയ്ക്കുകയും അമിതവണ്ണം പൊണ്ണത്തടിയെല്ലാം നമ്മൾ ഈ ക്യാൻസറിന് കാരണമായിട്ട് പറയുന്ന ജീവിതശൈലിയിൽ വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ. അതുപോലെ തന്നെ ചില രോഗങ്ങൾ നമുക്ക് തുറന്നു പറയാൻ വളരെ മടിയാണ്, അല്ലേ? ഇപ്പോഴും ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാണെങ്കിൽ നമ്മൾ പലപ്പോഴും മടിയാണ് പറയാനായിട്ട്, അല്ലെങ്കിൽ അത് സമ്മതിച്ചു തരാനായിട്ട്. ശരിക്കും അത് ഒളിച്ചു വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത രീതികൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ക്യാൻസർ രോഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് എന്താണ്? അത് മരണഭയം തന്നെയാണ്. അപ്പോൾ സമൂഹത്തിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ക്യാൻസർ രോഗമായാൽ ക്യാൻസർ രോഗിയെയും കൊണ്ടേ പോകൂ എന്നുള്ളൊരു വിശ്വാസമാണ് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം ആ ഒരു രോഗി തനിക്ക് ക്യാൻസറാണ് എന്നറിയുമ്പോൾ തീർച്ചയായും അവരത് ഒരു ഞെട്ടലോട് കൂടി തന്നെയാണ് അത് സ്വീകരിക്കുന്നത്. അപ്പം അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം സമൂഹം അറിയുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് രോഗി കൂടുതലും പേടിക്കുന്നത്. കാരണം സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ക്യാൻസർ രോഗികളോട് ഒരു പ്രത്യേകതരം അനുകമ്പയും അമിതമായ സഹതാപമാണുള്ളത്. ഈ സഹതാപം ഒരിക്കലും ഒരു രോഗിയും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിലോട്ട് തന്നെ ഉൾവലിഞ്ഞ് ഒരു ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ഈ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു മീഡിയ ആണ് അവർക്ക് ആവശ്യമുള്ളത്. അത് സമൂഹം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഓക്കെ. അതുപോലെ ക്യാൻസർ രോഗികളുടെ എണ്ണം എന്നുള്ളത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ശരിക്കും എങ്ങനെയാണ് ഈ ക്യാൻസർ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ക്യാൻസർ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരം നമ്മൾ ഒരു കോടാനകോടി കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയ സങ്കീർണമായ ഒന്നാണ്. അത് ഈ കോശങ്ങളെല്ലാം അടുക്കും ചിട്ടയുമായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കോടാനകോടി കോശങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് നമ്മൾ അച്ഛനിൽ നിന്ന് വരുന്ന സ്പേമും അമ്മയിൽ വരുന്ന ഓവം കൂടി ചേർന്ന് സൈഗോട്ട് എന്ന് പറയുന്ന ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരം ഉണ്ടാക്കുന്നത്. ഈ ഒറ്റ കോശം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് വളരുകയും വിഭജിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രാവശ്യം അത് വളരുകയും വിഭജിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഈ രണ്ട് കോശങ്ങളും വളരുകയും വിഭജിക്കുകയും ചെയ്യുന്നു. 4 ആവുന്നു, 4 എണ്ണം 8 ആവുന്നു, 16 ആവുന്നു, 32 ആവുന്നു, 64, ഇങ്ങനെ അത് വളരുകയും വിഭജിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ കോടാനകോടി കോശങ്ങളായി ക്രമമായി ഇതായിട്ട് നമ്മൾ കാണുന്നു. ഇങ്ങനെ നമ്മൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരാളിൽ ഉള്ള കോശങ്ങളെല്ലാം തന്നെയും ഇതുപോലെ തന്നെ വളരുകയും വിഭജിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്രയ്ക്ക് തന്നെ കോശങ്ങൾ നശിച്ച് നമ്മുടെ വിസർജ്യത്തിലൂടെ പുറത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരാളെ നോക്കുമ്പോൾ അതേ വലുപ്പത്തിലും അതേപോലെ തന്നെയാണ് എപ്പോഴും വ്യത്യാസമില്ലാതെ കാണുന്നത്. പക്ഷേ അത് ഡൈനമിക്കാണ്, ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. അപ്പം ഈ
ഇങ്ങനെ കോശവളർച്ചയും കോശവിഭജനത്തെയും ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ ഉള്ളിലെ തന്നെ ഓരോ കോശത്തിൻ്റെ ഉള്ളിലുള്ള ജനിതകങ്ങൾ അല്ലെങ്കിൽ ജീനുകളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഈ ജീനുകൾക്ക് എന്തെങ്കിലും കാരണവശാൽ അത് നിരന്തരമായുള്ള പുകവലിയോ മദ്യപാനമോ നമ്മൾ ക്യാൻസറിന് കാരണമായിരിക്കുന്ന കുറേ സാധനങ്ങളോ അതിൻ്റെ ഫലമായിട്ട് ഇതിലുള്ള എന്തെങ്കിലും ഈ ജീനുകൾക്കൊരു ജനിതക വൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ കോശവളർച്ചയും കോശവിഭജനത്തിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ആ കോശം അനിയന്ത്രിതമായി അമിതമായി വളരുകയും അത് ക്യാൻസറിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ക്യാൻസർ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മുടെ ഇപ്പോൾ നാട്ടിലുണ്ട് അല്ലേ? ശരിക്കും ക്യാൻസറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ അസുഖത്തിനെ ഭേദമാക്കിയെടുക്കുന്നത്? ക്യാൻസർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടിയ ഒരു അസുഖമാണ്. ചികിത്സ മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ചികിത്സാ രീതി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതിൽ വരുന്നത് ശസ്ത്രക്രിയ, അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി, ലാസർ തെറാപ്പി, ജീൻ തെറാപ്പി എന്ന ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ഇതിൽ ഒരു ചികിത്സാ രീതി കൊണ്ട് തന്നെ മാത്രം നമുക്കത് ചികിത്സ മാറ്റാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറയുന്ന ഒരു മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് ആണ്. എന്നുവെച്ചാൽ പല ശാസ്ത്ര ഒരുമിച്ച് ചേർന്നിട്ടുള്ള സംഭവമാണ്. വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മൊഡാലിറ്റി മാത്രം മതിയാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രസ്റ്റിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏർലി വരികയാണെങ്കിൽ നമുക്ക് 1 സെൻറ്റിമീറ്റർ താഴെയുള്ള ചെറിയൊരു മുഴ കണ്ടെത്തി കഴിഞ്ഞാൽ സർജറി മാത്രം വഴി നമുക്കതിന് വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വായിലുള്ള ക്യാൻസർ ആണെങ്കിലും അതുപോലെ 2 സെൻറ്റിമീറ്റർ താഴെയുള്ള ഒരു അതാണെങ്കിൽ സർജറി മാത്രം ചെയ്ത് നിർത്താവുന്നേ ഉള്ളൂ. അതായത് 1ാമത്തെ സ്റ്റേജ്, 2ാമത്തെ, അതാണ് ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു മൊഡാലിറ്റി മാത്രം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറിയോ റേഡിയേഷനോ എന്തായിക്കോട്ടെ അതിനെ സഹായിക്കാനായിട്ട് നമ്മൾ മറ്റ് മൊഡാലിറ്റിയും കൂടെ ഒരുമിച്ച് കൊടുക്കും. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലോക്കലി അഡ്വാൻസ് സ്റ്റേജ് 3 ക്യാൻസറിന് നമ്മൾ ആദ്യം തന്നെ കീമോ കൊടുത്ത് ഇത് നന്നായി ചുരുക്കി അത് കഴിഞ്ഞ് സർജറി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 5 വർഷം മുതൽ 10 വർഷം വരെ ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ കൊടുക്കുന്നു. ചില റിസപ്റ്ററുകൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടാർഗറ്റഡ് തെറാപ്പിയും കൂടെ കൊടുക്കുന്നു. ഒരു 4-5 മൊഡാലിറ്റികൾ ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മൾ ക്യാൻസറിൻ്റെ ചികിത്സ കൊടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ഈ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഏജ്, നമ്മുടെ വയസ്സും അതുപോലെ തന്നെ ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വയസ്സും ക്യാൻസറും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമാണുള്ളത്. ഏജ് കൂടുന്തോറും ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. ഗർഭസ്ഥാവസ്ഥയിൽ മുതൽ വയസ്സായ കാരണവന്മാർക്ക് വരെ ഇത് വരാം. എന്നിരുന്നാലും ഇത് വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഒരു അസുഖമായിട്ടാണ് കൂടുതലും പറയപ്പെടുന്നത്. അതിന് കാരണം നമ്മൾ അടുത്ത കാലത്തെ സ്റ്റഡീസ് നോക്കി കഴിഞ്ഞാൽ 75% ക്യാൻസറുകളും വരുന്നത് 50 വയസ്സിന് മേലെയാണ്. ഇതിൻ്റെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 66 വയസ്സാണ്. മീഡിയൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ക്യാൻസറുകളുടെ 50% വരുന്നത് 66 വയസ്സിന് താഴെയും 50% 66 വയസ്സിന് മേലെയാണ് മീഡിയൻ ഏജ് വരുന്നത്. 20 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമ്മൾ ക്യാൻസർ നോക്കി കഴിഞ്ഞാൽ അത് 1% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വയസ്സ് കൂടി വരുംതോറും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരിക. അപ്പോൾ വയസ്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ. അതുപോലെ പല തരത്തിലുള്ള ക്യാൻസറുകളുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും ഏതൊക്കെ അവയവങ്ങളെയാണ് ശരിക്കും ക്യാൻസർ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ അവയവങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് കണ്ടുവരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ്. ഇതിൽ ഏത് കോശത്തിൽ നിന്ന് വേണമെങ്കിലും ജനിതവൈകല്യം വന്ന് ക്യാൻസറായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോശം ഇതിന് എക്സെപ്ഷനാണെന്ന് പറയാൻ പറ്റില്ല, ഒഴിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഏറ്റവും കുറവ് കണ്ടിട്ട് വന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ കോശങ്ങളിൽ നിന്നാണ്. അത് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ പുരുഷന്മാരിൽ ശ്വാസകോശാർബുദം തന്നെയാണ്. രണ്ടാമതായി വരുന്നത് വായിലും തൊണ്ടയിലുള്ള ക്യാൻസറാണ്. സ്ത്രീകളിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്തനാർബുദമാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെയധികം കൂടിയിരിക്കുകയാണ്. 3-ൽ 1 രോഗി സ്ത്രീകളിൽ സ്തനാർബുദ രോഗിയാണ്. രണ്ടാമത് വരുന്നത് വായിലും തൊണ്ടയിലുള്ള ക്യാൻസർ തന്നെയാണ്. മൂന്നാമത് ഗർഭാശയ ഗള ക്യാൻസർ, അതായത് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ. പിന്നെ ഈ GIT-യിലുള്ള കുടലിൽ വരുന്ന ക്യാൻസറുകൾ 2 വിഭാഗത്തിലും കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങൾ. ഓക്കെ. അതുപോലെ ക്യാൻസർ കോശങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്? പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെയൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? ക്യാൻസറിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ ഒരു ചുരുക്കം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഈ കോശങ്ങളെല്ലാം
ഉണ്ടാവുന്ന കോശങ്ങൾ ഇപ്പോൾ ഒരു കോശത്തിൽ നിന്നും 2 കോശമായി അങ്ങനെ അങ്ങനെ വിഭജിച്ച് വരികയാണ് ചെയ്യുന്നത്. ആ ജനിതക വൈകല്യം നടത്തുന്ന കോശങ്ങൾ വീണ്ടും വളരുകയും വിഭജിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിഭജിക്കുന്നതോടൊപ്പം തന്നെ ഈ കോശങ്ങൾ അടുത്തുള്ള കോശങ്ങളെ ആക്രമിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അത് അടുത്തുള്ള സ്ഥലത്തേക്ക് പടർന്നു പിടിക്കും. ഇതിനെ നമ്മളൊരു ലോക്കൽ സ്പ്രെഡ് എന്ന് പറയും. വളരെ ഏർലി സ്റ്റേജിലാണ് ഈ കാണുന്ന ഒരു സംഭവമാണ് ലോക്കൽ സ്പ്രെഡ്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയാൽ, ഇത്രയും കൂടി ലോക്കലി അഡ്വാൻസ് സ്റ്റേജ് 3 ആ ലെവലിലേക്ക് പോകുമ്പോൾ ഇത് അടുത്തുള്ള കോശങ്ങളിലേക്ക് മാത്രമല്ല അടുത്തുള്ള അവയവങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങും. അതോടൊപ്പം തന്നെ ഈ ലിംഫാറ്റിക്സ്, രസികാനാളികൾ, അതിൽ കൂടെ ലിംഫ് നോഡുകളിലേക്ക് വ്യാപിക്കും. അതും കഴിഞ്ഞ് അത് ഒരു 3ാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ബ്ലഡ് വെസലിൽ കൂടെ, രക്തധമനി കൂടെ ഇത് കയറിയിട്ട് മറ്റുള്ള അവയവത്തിൽ പോയിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെ ഈ പ്രതിഭാസം തന്നെ കാണിക്കും. അതായത് ഈ കോശങ്ങളൊന്ന് 2ആവുന്നു, 2 4ആവുന്നു, അതുപോലെ വളർന്നു വരികയും അടുത്തുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും അടുത്തുള്ള ഭാഗത്തേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യും. അപ്പം അത് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയാം. അങ്ങനെ നമ്മളത് ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 100% രോഗികളും മരിക്കുന്നത് ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ്. ഇത് മറ്റുള്ള ഭാഗത്ത് പോയിട്ട് ഇതാവുന്നത്. അതിനെ ഡിസ്റ്റൻറ്റ് മെറ്റാസ്റ്റാസിസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ജീവിതശൈലികൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ശരിയല്ലേ? പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. ജീവിതശൈലി രോഗങ്ങളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാൻസർ ശരിക്കും ഒരു ജീവിതശൈലി രോഗം തന്നെയാണോ? ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണോ എന്ന് വെച്ചാൽ ഒരു പാർഷ്യലി അത് കറക്റ്റാണ്. എന്നാൽ ജീവിതശൈലിയിലുള്ള വ്യത്യാസം മാത്രമല്ല ക്യാൻസറിന് കാരണമാകുന്നത്. പാരമ്പര്യം ഒരു കാരണമാണ്. പിന്നെ എൻവയോൺമെൻറ്റിലുള്ള ഒരുപാട് കാരണങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ജീവിതശൈലിയിലുള്ള കാരണങ്ങളും അതിന് കാരണമാണ്. ജീവിതശൈലിയിൽ നമുക്ക് എടുത്തു പറയാവുന്ന വസ്തുക്കൾ നേരത്തെ പറഞ്ഞു. രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗം, ജീവിതശൈലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം. ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാംസാഹാരവും കൊഴുപ്പും കാലറിയും കൂടിയ ഭക്ഷണമാണ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത്, അല്ലേ? ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം മെഷീനറീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഇതെല്ലാം ഫൈനലി വരുന്നത് ഓവർ വെയ്റ്റും അതുപോലെ ഒബേസിറ്റി ഇതിലേക്ക് വഴിതെളിക്കുകയും അത് ക്യാൻസറിന് കാരണം ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ജീവിതശൈലിയിൽ പറയാവുന്നത് നമ്മളുടെ ഹാബിറ്റ്സാണ്. സ്മോക്കിങ്ങും അതുപോലെ മദ്യപാനം വളരെയധികം കൂടി വരികയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന ക്യാൻസറുകളിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ പറഞ്ഞ ക്യാൻസർ ശ്വാസകോശാർബുദവും വായിലേത്, അതുപോലെ സ്ത്രീകളുടെ സ്ഥാനാർബുദം, വായിലെ ക്യാൻസറൊക്കെയാണ്. ഈ ക്യാൻസറുകളെല്ലാം കൂടുതലും ഇതുപോലുള്ള സ്മോക്കിങ് മദ്യപാനത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കത് ഈ ജീവിതശൈലികളിൽ നമ്മളൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ജീവിതശൈലിയിലുള്ള വ്യത്യാസം നമ്മുടെ നാട്ടിൽ വളരെയധികം ക്യാൻസർ കൂടാൻ കാരണമായിട്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ അവയർനെസ് കൊടുത്താലും എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ക്യാൻസറിനെ നമ്മളെപ്പോഴും ഒരു ഭീതിയോടെ തന്നെയാണ് കാണുന്നത്, അല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ നമ്മൾ പരിചരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഭയമാണ് ക്യാൻസർ എന്നുള്ളത് പകരുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ക്യാൻസർ രോഗം എന്നുള്ളത് പകരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ക്യാൻസർ രോഗം ഒരു കാരണവശാലും ഒരു പകർച്ചവ്യാധി അല്ല. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർന്നതായിട്ട് ഇതുവരെ ഒരു ലിറ്ററേച്ചറിലും ഒരു രേഖകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പകരില്ല. നമ്മളുടെ OPയിൽ വരുന്ന പല പേഷ്യൻസും നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ, അവരെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ് കൂടുതൽ ഭയക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ എടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതിലൂടെയോ ഒക്കെ പകരുമോ എന്നുള്ളത് അവരിങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പാത്രം ഷെയർ ചെയ്യുക, വസ്ത്രം ഷെയർ ചെയ്യുക, ഇതിൽ കൂടെയൊക്കെ പകരുമോ എന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മുടെ രോഗികൾ ചോദിക്കുന്നതാണ്. അങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ പകരില്ല. പകരാനുള്ള സാധ്യതയും കുറവാണ്. കാരണം നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു വ്യത്യാസമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധ്യത കുറവെന്നല്ല, പകരില്ല. ഇനി ഈ ഒരു രോഗിയുടെ രക്തം നമ്മുടെ ശരീരത്തിൽ വരികയോ കോണ്ടാക്റ്റ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ രക്തമായിട്ട് കോണ്ടാക്റ്റ് വരികയോ ചെയ്താൽ പോലും രോഗം നമുക്ക് കിട്ടില്ല, ക്യാൻസർ രോഗം പകരില്ല. ഇപ്പം അവസാന ഘട്ടത്തിൽ കുറച്ച് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങൾ മൃഗങ്ങളിലേക്ക് കുത്തിവെച്ചിട്ട് പഠനങ്ങൾ നടത്തി നോക്കി. എന്നിട്ട് പോലും ആ മൃഗങ്ങൾക്ക് ക്യാൻസർ രോഗം വരുന്നില്ല. അതിന് കാരണം ഒരാളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ വേറെ ഒരാളുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ് അത് സെൻസ് ചെയ്യുന്നത്, ഒരു ഫോറിൻ പ്രോട്ടീൻ. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു പ്രതിരോധം വരികയും അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ എപ്പോഴും സംശയം നിലനിൽക്കുന്ന ഒന്നാണ് ക്യാൻസർ ഒരിക്കൽ വന്ന് അത് ഭേദമായി അല്ലെങ്കിൽ അത് മാറിപ്പോയി, പിന്നീട് അത് വരാനുള്ള സാധ്യത. വന്നു കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ മറ്റ് രോഗങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു ന്യൂമോണിയ വന്നു, അല്ലെങ്കിൽ ഒരു ഫീവർ, ഒരു ചുമയും പനിയും വന്നു, നമ്മൾ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് ഒരു 7 ദിവസത്തെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂമോണിയൊക്കെ ആണെങ്കിൽ ഒരു 14 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൊടുത്ത് കിടത്തി ചികിത്സ വേണ്ടി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗിയെ പൂർണ്ണമായും ഭേദമായി ക്യൂറായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുകയാണ്. ക്യാൻസറിൻ്റെ കേസിൽ അങ്ങനെയല്ല. ക്യാൻസറിൻ്റെ 1ാമത്തെ സ്റ്റേജിലാണെങ്കിൽ പോലും 95 മുതൽ 100% വരെ ക്യൂർ റേറ്റാണുള്ളത്, ചികിത്സ മാറുന്ന ഒരു സംഭവമാണ്. എന്നിരുന്നാൽ കൂടെ അത് രണ്ടാമത് വരാനുള്ള ചെറിയൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 2 വർഷത്തിനുള്ളിലാണ് വരുന്നതിൻ്റെ ഒരു 80% രണ്ടാമത് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കണം. 2 മുതൽ 3 മാസം വരെയുള്ളതിൽ നോക്കണം, അല്ലെങ്കിൽ 5 വർഷം വരെ ബാക്കി 20-ൽ ഒരു 15%. അപ്പോൾ 6 മാസത്തിലൊരിക്കൽ നോക്കും. അത് കഴിഞ്ഞ് 10 വർഷം വരെ വർഷത്തിലൊരിക്കൽ നോക്കും. 10 വർഷം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വരില്ല എന്ന് നമ്മൾ പറഞ്ഞു വിട്ടാലും റയറായിട്ട് 15-20 വർഷം കഴിഞ്ഞിട്ട് വരുന്ന കേസുകൾ വരെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ക്യാൻസറിൻ്റെ കാര്യത്തിൽ ക്യൂർ എന്നുള്ളൊരു സംഭവം, നമ്മൾ ക്യൂർ എന്നുള്ളത് വേറെ രീതിയിലാണ് പറയുന്നത്. 5 ഇയർ സർവൈവൽ റേറ്റ്, 5 വർഷം ഈ രോഗി ഈ സ്റ്റേജ് ആണെങ്കിൽ ചികിത്സിച്ചാൽ എത്ര ആൾ ജീവിച്ചിരിക്കും, 5 ഇയർ സർവൈവൽ റേറ്റാണ് നമ്മൾ ക്യൂർ റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് മാറി എന്ന് പറഞ്ഞ് നമുക്ക് വിടുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഡോക്ടർ, ശരിക്കും ശരിയായിട്ടുള്ള ചികിത്സാ രീതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ക്യാൻസർ രോഗത്തിനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ശരിക്കും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആൾക്ക് രോഗമുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു രോഗിക്ക്, ഒരു സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു മാർഗമൊന്നുമില്ല. എന്തെങ്കിലും ലക്ഷണങ്ങളുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആ ലക്ഷണത്തിനനുസരിച്ച് എന്താവാം എന്നുള്ളത് അനലൈസ് ചെയ്യാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു ഒറ്റ ടെസ്റ്റ് കൊണ്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മളുടെ ഈ ക്യാൻസർ അസുഖം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ്. അതിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളിലുള്ള കോശങ്ങൾ ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കാം, പക്ഷേ മറ്റു കോശങ്ങളുമായിട്ട് ഇതിനൊരു സിമിലാരിറ്റി ഉണ്ടാവില്ല. അതിൻ്റെ സ്വഭാവവും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരു ടെസ്റ്റ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ 1-2 ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. സാധാരണയായിട്ട് എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പം കോമൺ ആയിട്ട് വരുന്ന കുറേ ക്യാൻസറുകൾ, സ്തനാർബുദം, അല്ലെങ്കിൽ വായിലും തൊണ്ടയിലുള്ള ക്യാൻസർ, ഗർഭാശയകള ക്യാൻസർ, ഇങ്ങനെയുള്ള കൂടുതലായി കാണുന്ന ക്യാൻസറുകൾ നമ്മൾക്ക് സ്ക്രീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നമ്മൾ ഗർഭാശയകളത്തിൻ്റെ അല്ലെങ്കിൽ CA സർവീസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ വർഷത്തിലൊരിക്കൽ ഈ സർവൈക്കൽ സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അതിൽ നിന്നൊരു സ്മിയർ എടുത്തിട്ട്, അതിൽ നിന്ന് സെല്ലുകൾ എടുത്തിട്ട് പരിശോധനയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റേതായ ചേഞ്ചസ് അതിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. അപ്പം 40 വയസ്സിന് ശേഷം വർഷത്തിലൊരിക്കൽ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുറച്ച് മാറിയിട്ടുണ്ട്. 35 വയസ്സിന് ശേഷം 3 വർഷത്തിലൊരിക്കൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ വരുന്നത്. അതുമാതിരി മാറിലെ ക്യാൻസറുകളുടെ ഒരു 25 വയസ്സിന് ശേഷം തന്നെ നമ്മൾ സ്ക്രീനിങ് തുടങ്ങുന്നതാണ്. കാരണം ഇപ്പോൾ 3 രോഗികളിൽ, ക്യാൻസർ രോഗികളിൽ, സ്ത്രീകളുള്ള ക്യാൻസർ രോഗികളിൽ ഒരാൾ സ്തനാർബുദ രോഗിയാണ്. അപ്പോൾ അത്രമാത്രം കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 25 വയസ്സിന് ശേഷം 3 വർഷത്തിലൊരിക്കൽ സ്ത്രീകൾ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നാണ്. അതുകൂടാതെ 40 വയസ്സിന് ശേഷം വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുകയും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം എക്സ്റേ ഇത് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അതുകൂടാതെ എല്ലാ മാസത്തിലൊരിക്കൽ സ്വയം സ്ഥാനപരിശോധന ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് റെക്കമെൻഡേഷനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് WHO. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി സ്ക്രീനിങ് അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പറഞ്ഞു. അത് മാത്രമല്ല, ശരിക്കും എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഈ ക്യാൻസർ പേഷ്യൻസിന് അവൈലബിൾ ആയിട്ടുള്ളത്? ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞു. ശസ്ത്രക്രിയ, ഒരുപാട് മൊഡാലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ശസ്ത്രക്രിയ, റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി. ഇത് കൂടാതെ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന പുതിയ സംഭവങ്ങളുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി, നമ്മുടെ ബോഡിയിൽ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സംഭവങ്ങൾ. അതുകൂടാതെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ. ഏറ്റവും അവസാനം നമ്മളിപ്പോഴത്തെ ഇതിലിരിക്കുന്നത്, റിസർച്ചിലിരിക്കുന്നത് ജീൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ശസ്ത്രക്രിയ എന്നുള്ളതാണ് പണ്ട് മുതലേ ഏറ്റവും പ്രൈമറി ട്രീറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ
ആ ബോഡിയുടെ ഷേപ്പ് തന്നെ മാറുന്ന ഒരവസ്ഥയാണ്. ഇപ്പം ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ നമ്മൾ വായിലും തൊണ്ടയിലുള്ള ഒരു ക്യാൻസറിന് നമ്മൾ സർജറി ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ സർജറിയാണ് വേണ്ടത്. ഈ മാൻഡിബിൾ എന്ന് പറയുന്ന താടിയെല്ലിൻ്റെ പകുതി എടുത്ത് കളയുക, അങ്ങനെയുള്ള വലിയ, അപ്പം തന്നെ നമ്മുടെ ഷേപ്പ് തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. അപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വെച്ചിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ റീകൺസ്ട്രക്ഷൻ സർജറീസ്, ഇംപ്ലാന്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശസ്ത്രക്രിയയിൽ ഒരുപാട് അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ഓർഗൻ അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് പറ്റും. പക്ഷേ ശസ്ത്രക്രിയയുടെ ദോഷമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ തൊണ്ടയിലെ ലാരിങ്സ് പോലെയുള്ള അവയവങ്ങൾ നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നത് ലാരിങ്സ് ആണ്. ഇതിന് നമ്മൾ സർജറി കൊണ്ട് ചികിത്സിച്ചാൽ, അതായത് സർജറി ചെയ്ത് ഇത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ഇല്ലാതാവുകയാണ്. അത് സർജറിയുടെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ റേഡിയേഷൻ്റെയൊക്കെ പ്രാധാന്യം വരുന്ന അവിടെയാണ്. ഇപ്പോൾ നന്നായി പാട്ട് പാടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചർ, നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്കൂൾ ടീച്ചർ, അത് ശബ്ദത്തിന് വെറും വാല്യൂ മാത്രമല്ല, ജീവിത മാർഗം കൂടിയാണത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഓർഗൻ കൺസർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അതുകൊണ്ട് ആണ് നമ്മൾ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളിലേക്ക് കൂടുതൽ പോയി തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ റെക്കമെൻഡേഷനിൽ ഇപ്പോൾ തൊണ്ടയിൽ ലാരിങ്സ് പോലെയുള്ള അവയവങ്ങൾക്ക് റേഡിയേഷനാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. റേഡിയേഷൻ്റെ കൂടെ ഇത്തിരി കൂടി അഡ്വാൻസ്ഡായ കീമോ കൂടെ കൊടുക്കും. ഇങ്ങനെ ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗൻ അവിടെ കൺസർവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, ക്യാൻസർ രോഗം മാറിപ്പോവുകയും ചെയ്യും. അതാണ് റേഡിയേഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കീമോതെറാപ്പി മരുന്നുകൾ മാത്രം കൊണ്ട് ചികിത്സിച്ച് ഭേദമാകുന്ന അസുഖങ്ങൾ അത്രയധികം ഇല്ല. ഇപ്പോൾ ലുക്കീമിയ പോലുള്ള ബ്ലഡ് ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് കീമോതെറാപ്പി മാത്രം, ലിംഫോമ പോലെയുള്ള അസുഖങ്ങൾക്കാണ് കീമോതെറാപ്പി കൊണ്ട് മാത്രം ചികിത്സിച്ച് മാറുന്നത്. മറ്റ് സോളിഡ് ട്യൂമേഴ്സ്, ഈ പറയുന്ന സ്തനാർബുദം, അതിനെല്ലാം ഒരു സപ്പോർട്ടീവായിട്ട് അതിൻ്റെ വരാതിരിക്കാനും അതിൻ്റെ സർജറി അല്ലെങ്കിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കീമോതെറാപ്പി ഉപയോഗിക്കുന്നത്. കീമോതെറാപ്പിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം സമൂഹത്തിലുള്ള ഒരു പേടി അതാണ്. കീമോതെറാപ്പി എന്ന് കേൾക്കുമ്പോഴേക്കും മുടി പോയി ആകെ ഒരു ഇതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന രോഗികൾ കീമോതെറാപ്പി എന്നുള്ള ഒരു പ്രശ്നം കാരണം പലപ്പോഴും ഓൾട്ടർനേറ്റീവ് മെഡിസിന് പോവുകയും വ്യാജന്മാരായ ഡോക്ടർമാരുടെ അടുത്ത് പോയി വളരെയധികം അഡ്വാൻസ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുടി പോവുക, ക്ഷീണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ബോഡി ശോഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്നത് എന്താണ്? കീമോതെറാപ്പി മരുന്നുകൾ ബോഡിയിലുള്ള വളരെ പെട്ടെന്ന് തന്നെ വളരുന്ന മൈറ്റോസിസ്, ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്തനാർബുദം വന്നു, അവിടെയുള്ള സ്വെല്ലിങ്ങിനെ അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 സൈക്കിൾ കീമോ ഒഴിക്കുമ്പോൾ ഇത് നന്നായി ചുരുങ്ങിയിരിക്കും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ടാർഗറ്റ് ചെയ്യുന്നത് വളരെയധികം പ്രോളിഫറേഷൻ ചെയ്യുന്ന ഈ മൈറ്റോസിസ് കൂടുതലുള്ള സെല്ലുകളെയാണ്. നമ്മുടെ ബോഡിയിലും അതുപോലെ ആവശ്യമുള്ള ഒരുപാട് കോശങ്ങളുണ്ട്. ഇപ്പം മുടിയിലെ ഹെയർ ഫോളിക്കിളിൽ നിന്നാണ് ദിവസം വളരെയധികം പ്രോളിഫറേറ്റ് ചെയ്തിട്ടാണ് മുടി വരുന്നത്. അപ്പം ഇതിന് ക്യാൻസറിനെയും മറ്റേയും തിരിച്ചറിയാനുള്ള കഴിവില്ല. അതങ്ങ് മുടിയിലെ ഹെയർ ഫോളിക്കിനെ നശിപ്പിച്ച് മുടി കൊഴിയുന്നു. അതേപോലെ മജ്ജയിലുണ്ടാകുന്ന നമ്മുടെ രക്താണുക്കൾ, ശ്വേതരക്താണുക്കളും അങ്ങനെയുള്ള WBC, പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനമുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിനെ അത് സപ്രസ് ചെയ്യും. അപ്പം ന്യൂട്രോപ്പീനിയ, കൗണ്ട് കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ICUയിൽ വന്ന് കിടക്കേണ്ടി വരും, കൂടാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുക, കുറേ ഇൻഫെക്ഷൻ വരും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാ മുതൽ ഈ കുടലിൻ്റെ ആനസ് വരെയുള്ള ഏരിയയിൽ കംപ്ലീറ്റ് കവറിങ് ഉണ്ട്, ഒരു മ്യൂക്കോസൽ കവറിങ്. ഈ സെല്ലുകളും ഇതുപോലെ തന്നെ വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ വളരെ വിഭജിക്കുകയും ചെയ്ത് ഷെഡ് ഓഫ് ചെയ്തു പോകുന്ന കോശങ്ങളാണ്. ഈ കോശങ്ങളെയും ഈ കീമോതെറാപ്പി നശിപ്പിക്കും. അപ്പോൾ നമുക്ക് വെള്ളം വായിലെടുക്കുമ്പോൾ, ഈവൻ വെള്ളം പോലും എടുക്കുമ്പോഴേക്കും നമുക്ക് ആകെ നീറ്റിലും ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള തൊണ്ടവേദന, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെയാണ് കീമോതെറാപ്പിയുടെ പ്രശ്നങ്ങൾ. ഇതെല്ലാം വളരെ പെട്ടെന്ന് വളരുന്ന സെല്ലുകളെ നശിപ്പിക്കുന്നതുകൊണ്ടാണ്. അവിടെയാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ കോശങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടെത്തുക, ക്യാൻസർ കോശങ്ങളുടെ മാത്രം ഒരു പ്രത്യേകത, ആ പ്രത്യേകതയ്ക്കെതിരെ ഒരു ടാർഗറ്റ് കൊടുത്ത് അതിനെ കൊല്ലാൻ സംവിധാനമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ സെൽസിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതിനുള്ള ടാർഗറ്റുകൾ ഓരോ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രസ്റ്റിലാണെങ്കിൽ മാർല ക്യാൻസറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസുസ്മാബ് അല്ലെങ്കിൽ പെർട്ടുസ്മാബ് എന്നൊക്കെ പറയുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ഈ ക്യാൻസർ സെല്ലുകളിലുള്ള റിസപ്റ്റേഴ്സിനെ, HER2 എന്നൊക്കെ പറയുന്ന റിസപ്റ്റേഴ്സിനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന
ഇതാണ്, കൊല്ലല്ല, അതിനെ സ്റ്റാറ്റിക് ചെയ്ത് നിർത്തും, ആ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യാണ്ടാക്കും. അപ്പോൾ പിന്നെ അതിന് വളരാൻ പറ്റില്ല. ഇതൊരു 30% സ്ഥാനാർബുദ കേസുകളിൽ ഈ HER2 എന്ന് പറയുന്ന ഈ റിസപ്റ്റർ പോസിറ്റീവ് ആയിരിക്കും. ഈ കേസുകളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. പക്ഷേ അത് മാത്രമായിട്ട് കൊടുത്ത് ചികിത്സിക്കുന്ന ഒരു സംവിധാനം ഇപ്പോഴും ആയിട്ടില്ല. ഈ പറയുന്ന അത്രയ്ക്ക് തിയററ്റിക്കലി ഇത് വളരെ എഫക്റ്റീവാണ്. പക്ഷേ ക്ലിനിക്കിൽ നമുക്ക് അത്ര ഒരു ഇത് മാത്രം കൊടുത്ത് മാറ്റുന്ന ഒരു ഇത് ഇപ്പോഴെത്തിയിട്ടില്ല. അടുത്ത് വരുമായിരിക്കാം. അതുപോലെ തന്നെ ഈ ഹോർമോൺ തെറാപ്പി, ഇപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്ക് ആണുങ്ങളുടെ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാവുന്നതും ക്യാൻസറിൻ്റേതായി വരുന്നതും അങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്നത് ഹോർമോൺ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ലൂപ്രോളൈഡ് പോലെയുള്ള ആൻഡ്രോജൻ ബ്ലോക്കിംഗ്, ആൻഡ്രോജൻ ആണുങ്ങളുടെ ഹോർമോണാണ്, ആൻഡ്രോജൻ ബ്ലോക്കിംഗ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. ഇതാണ് ഹോർമോൺ തെറാപ്പിയിൽ മെയിനായിട്ട് വരുന്നത്. ഡോക്ടർ, ഇന്നത്തെ സമയപരിധി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറിനെ പറ്റി നമുക്ക് അധികം സംസാരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത് അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്കത് മാറ്റിവെക്കാം എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. താങ്ക് യു ഡോക്ടർ. ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. നന്ദി. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മളിന്ന് സംസാരിച്ച വിഷയം ക്യാൻസറിനെ പറ്റിയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സ്ത്രീകൾക്കുണ്ടാവുന്ന ക്യാൻസർ രോഗങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരയ്ക്കും നന്ദി.